കഅബാലയം കാണുന്ന സമയത്ത് ദുആ ചെയ്യുന്ന ദുആ അത് വലിയ ഇജാബത്തുള്ള ദുആയാ. ജീവിതം മുഴുക്കെ നടത്തുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ആ ഒരൊറ്റ ദുആ മതിയായി പോയി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഇപ്പൊ പലരും മാറിപ്പോയി. കഅബാലയത്തിന്റെ അടുക്കലെത്തും ആദ്യമായി നോക്കുന്നത് എന്താ? ദ്വാരക്കാൻ എങ്ങോട്ട് പോകണം എന്നല്ല, തവാഫ് തുടങ്ങേണ്ടത് എവിടെന്നായിരുന്നു എന്നല്ല, മറിച്ചു ചിലരെങ്കിലും ചിന്തിക്കുന്ന വിധത്തിലേക്ക് മാറിപ്പോയില്ലേ? കഅബാലയം കാണുമ്പോ കഅബാലയം പിറകിലാക്കിയിട്ടൊരു സെൽഫി കിട്ടണം. അതെന്തിനാ? എന്റെ സ്റ്റാറ്റസ് ആക്കിയിട്ടൊന്ന് വെക്കണം, അത് എന്റെ ഫേസ്ബുക്കിലൊന്ന് അപ്ലോഡ് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിലൊന്ന് ഇട്ടിട്ട് ആളുകൾ അറിയണം, ഞാനിവിടെ എത്തിയ വിവരമൊന്ന് അറിയിക്കണം, അല്ലെങ്കിലോ ജനങ്ങൾ എന്റെ ഉംറ അറിയണം. ഈ നിലക്ക് കഅബാലയം പിറകിലാക്കിയിട്ട് ചിത്രം പിടിക്കുന്ന ചെറുപ്പക്കാരാ, ഫോട്ടോ പിടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പിൻഭാഗം കഅബാലയത്തേക്ക് തിരിച്ചു വെച്ചിട്ട് സെൽഫി എടുക്കുന്ന കൂട്ടുകാരാ, അരുത് കേട്ടോ. അള്ള വലിയ ആദരവ് തന്ന വീടാ, അള്ള വലിയ ബഹുമാനം തന്ന വീടാ. അവിടെ നിന്റെ ദുനിയാവിന്റെ താല്പര്യങ്ങളോ ദുനിയാവിന്റെ മഹത്വങ്ങളോ നേടാൻ പോകുന്നവരല്ല, മറിച്ചോ നീ അവിടെ പോകുന്നത് എന്തിനാ? ലോകസിട്ടാവായ റബ്ബിന്റെ പ്രീതിയൊന്ന് കിട്ടാനാ, റബ്ബിന്റെ ഹൃദയൊന്ന് കിട്ടാനാ, അല്ലാഹുവിന്റെ ഒരു നല്ല നോട്ടം കിട്ടാനാ. അവിടെ തീട്ടി നല്ലൊരു നിയത്ത് മാറിപ്പോകല്ലേ ചെറുപ്പക്കാരാ. തീർന്നില്ല. മദീനത്തെ റൗദാ ശരീഫ് എന്ന് പറയുന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആര് കിടക്കുന്ന വീടാ, ആരന്ത്യവിശ്രമം കൊള്ളുന്ന വീടാ. മഹാനായ താജുൽ ഉലമാ, അല്ലാഹുവേ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അങ്ങനെ തുടങ്ങി വലിയ വലിയ കഴിഞ്ഞുപോയ സയ്യിദന്മാർ, ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാർ, ഏത് സയ്യിദന്മാരുടെയും മുപ്പാപ്പയല്ലേ, ജീവിച്ചിരിക്കുന്ന സർവ്വ ഉസ്താദുമാരുടെയും വഫാത്തായി പോയ സർവ്വ ഉസ്താദുമാരുടെയും ഉസ്താദല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഉസ്താദിന്റെ മുന്നിൽ നിൽക്കുമ്പോ നിനക്ക് വലിയ പേടിയാ, സയ്യിദന്മാരെ മുന്നിൽ നിൽക്കുമ്പോ വലിയ ഭയമാ, അവരെ മുന്നിൽ ഒരു സെൽഫി പിടിക്കാൻ നിനക്ക് വലിയ ബേജാറാ. എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ, എല്ലാ നേതാക്കളുടെയും നേതാവായ, എല്ലാ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫിന്റെ മുന്നിൽ പോയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നിന്റെ പിൻഭാഗം തിരിച്ചു വെച്ചില്ലേ? റൗദാ ശരീഫിലേക്ക് തിരിച്ചു പോയില്ലേ? മഹാന്മാരായ സാലിഹീങ്ങളുടെ ചരിത്രത്തിലെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവര് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവര് മുൻഭാഗം അതേ തിരിഞ്ഞു നിന്ന് സിയാറത്ത് ചെയ്ത് മുഖത്തേക്ക് നോക്കിയിട്ട് ദുആ ചെയ്യുന്നത് പോലെ, അതേ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഖബറിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്താൽ അവര് കാലിങ്ങനെ നേരെ നേരെയാക്കിയിട്ട് നടക്കുന്നു. എന്തിനാ? എന്റെ പിൻഭാഗം ഖബറിലേക്ക് തിരിഞ്ഞു പോയിക്കൂടാ? ഈ നിലക്ക് അതബ് കാണിച്ചവരല്ലേ? എന്നിട്ട് റൗദാ ശരീഫിന്റെ മുന്നിൽ പോയിരുന്നു. കുബ്ബയുടെ ചിത്രം എന്റെ പിന്നിലാകണം, എന്റെ മുഖം കുബ്ബയുടെ മുഖവും കുബ്ബയും ഒരേ സ്ക്രീനിൽ കിട്ടണമെന്ന് ചിന്തിച്ച് സെൽഫി പിടിക്കുന്ന ചെറുപ്പക്കാരാ, അതബ് കേടിനെ ഭയപ്പെടുന്നത് നല്ലതാ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാഹിലെന്താ പറഞ്ഞത്? റൗദാ ശരീഫിന്റെ അടുക്കൽ നീ സിയാറത്തിന് ചെല്ലുമ്പോ നിന്റെ ശരീരം, നിന്റെ വയറ്, നിന്റെ ശരീരം കൊണ്ടുപോയി നീ ആ ചുമരിനോട് കൊണ്ടുപോയി ചാരി വെക്കാൻ പോകണ്ട. ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്